നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ലോക വാർത്തകൾ വളരെ വേഗം നോക്കാം. ഗസയിലെ ആക്രമണം ഉടൻ നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ. ഇന്ന് മാത്രം 20 പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് പ്രതിനിധികൾ ഇന്ന് കൈറോയിലേക്ക് തിരിച്ചേക്കും. ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുന്നതാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന സമാധാന പദ്ധതിയെ പിന്തുണച്ച നിലപാട് പിൻവലിച്ച് പാകിസ്ഥാൻ. US അവതരിപ്പിച്ച 20 ഇന പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും നേരത്തെ അവതരിപ്പിച്ച പദ്ധതിയിൽ ട്രംപ് മാറ്റങ്ങൾ വരുത്തിയെന്നും പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാദ് ദർ ആരോപിച്ചു. H-1B വിസ ഫീസ് വർധനയ്ക്കെതിരെ US ഫെഡറൽ കോടതിയിൽ ഹർജി. തൊഴിലാളി സംഘടനകൾ, മതപരമായ സംഘടനകൾ, തൊഴിലുടമകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളാണ് ഹർജി നൽകിയത്. വരുമാനം വർദ്ധിപ്പിക്കാൻ ഫീസുകളും നികുതികളും ഇത്തരത്തിൽ ഏകപക്ഷീയമായി ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. US-ൽ സർക്കാർ വകുപ്പുകൾക്ക് ശമ്പളമടക്കം ചെലവുകൾക്ക് പണം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രാബല്യത്തിലായ അടച്ചുപൂട്ടൽ അടുത്ത ആഴ്ചയിലേക്കും നീളും. പ്രവർത്തന ഫണ്ടിനുള്ള ബില്ല് വീണ്ടും സെനറ്റിൽ പാസാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവർത്തനം കൂടുതൽ അനിശ്ചിതാവസ്ഥയിലേക്ക് നീളുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെയാണ് US സെനറ്റിൽ ധനബില്ലുകൾ പാസ്സാകാതെ വന്നത്. US-ലെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിൽ നാസയുടെ പ്രവർത്തനങ്ങളും നിലച്ചു. ധനസഹായം ലഭിക്കുന്നതിലുണ്ടായ തടസ്സത്തിൽ നാസയുടെ പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള വിവരം നാസയുടെ വെബ്സൈറ്റിൽ അറിയിപ്പായി നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ തുറമുഖം നിർമ്മിക്കുന്നതിനായി പാകിസ്ഥാൻ അമേരിക്കയെ ക്ഷണിച്ചതായി റിപ്പോർട്ട്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ ഉപദേഷ്ടാക്കൾ US ഉദ്യോഗസ്ഥരെ സമീപിച്ചതായാണ് വിവരം. പാകിസ്ഥാനിലെ സുപ്രധാന ധാതുക്കളടക്കമുള്ള പസ്നി ടൗണിലേക്ക് അമേരിക്കൻ നിക്ഷേപകർക്ക് കൂടി പ്രവേശനം സാധ്യമാക്കുന്നതാണ് പദ്ധതി. യുക്രൈനിലെ സുമി റെയിൽവേ സ്റ്റേഷനിൽ റഷ്യയുടെ ഡ്രോൺ ആക്രമണം. 30 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് തൊട്ടുമുൻപ് ചെർണോവിനടുത്തുള്ള വൈദ്യുതി നിലയവും റഷ്യ തകർത്തു. ആക്രമണത്തെ ക്രൂരമെന്ന് വിശേഷിപ്പിച്ച സെലൻസ്കി യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യ യുക്രൈനിന്റെ റെയിൽപാതകളാണ് ലക്ഷ്യമിടുന്നത് വ്യക്തമാക്കി. ജാപ്പനീസ് ചരിത്രം തിരുത്തിക്കുറിക്കാനൊരുങ്ങി സനെ തകായിച്ചി. ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നത്. ജപ്പാനിലെ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സനയെ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തതോടെ ജപ്പാന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഒരു സ്ത്രീ ആദ്യമായി എത്തുന്നു. മാഞ്ചസ്റ്റർ സിനഗോയിൽ 2 പേർ കൊല്ലപ്പെട്ട കത്തി ആക്രമണത്തിനിടെ അക്രമിയെ നേരിടുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ അബദ്ധത്തിൽ 2 പേർക്ക് കൂടി വെടിയേറ്റു. അക്രമി സിനഗോഗിൽ പ്രവേശിക്കുന്നത് തടയാൻ വാതിലിന് പിന്നിൽ നിന്ന് ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവർക്കും വെടിയേറ്റത്. കത്തിയാക്രമണത്തിന്റെ പിറ്റേന്നാണ് 2 പേർക്ക് വെടിയേറ്റത്. പോലീസ് നടപടിക്കിടെയാണെന്ന് പോലീസ് കുറ്റസമ്മതം നടത്തിയത്.